നമസ്കാരം. കോഴിക്കോട് വ്യാജ വാർത്തകളുടെ കാലത്ത് മാധ്യമധർമ്മം മറക്കാതെ ദീപിക നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ദീപികയുടെ 138ാം വാർഷികാഘോഷവും പുരസ്കാരദാനവും ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം ദീപിക പത്രത്തിന്റെ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. ബത്തേരി ബിഷപ്പ് ഡോക്ടർ ജോർജ് ജോസഫ് മാർ തോമസ്, താമരശ്ശേരി ബിഷപ്പ് മാർ റെജി ജോസ് ജാലിയൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാരിക്കൽ അധ്യക്ഷത വഹിച്ചു. ശ്രീ വില്ലാട്ട് ജോസഫ് തന്റെ 20ാം വയസ്സിൽ അനിതര സാധാരണമായ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് വിജയം വെട്ടിപ്പിടിച്ച കർഷകനാണ് വില്ലാട്ട് ജോസഫ്. 4 പതിറ്റാണ്ട് കാലത്തോളം ഇഞ്ചി കൃഷിയിൽ മികച്ച വിജയം കൈവരിച്ച വില്ലാട്ട് ജോസഫിനെ കാർഷിക രംഗത്തെ മികച്ച കർഷകനുള്ള ദീപിക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ വില്ലാട്ട് ജോസഫിന്റെ ഫാമിലിയും വേദിയിലേക്ക് കടന്നു വന്നാൽ അടുത്തതായി റിഫോം റിക്കവറി സെന്റർ കാര്യപ്പാടി മാനേജിംഗ് ഡയറക്ടർ ദീന ജോർജ്. ലഹരിക്ക് അടിമപ്പെട്ട് ഇരുൾ നിറഞ്ഞ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും തിരിതെളിയിക്കുന്ന ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്ന ദീന ജോർജ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വയനാട് കാര്യപ്പാടിയിലെ റിഫോം റിക്കവറി സെന്റർ മാനേജിംഗ് ഡയറക്ടർ ദീന ജോർജിന്റെയും കുടുംബത്തെ ദീപിക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിവിധ കർമ്മ മേഖലകളിൽ കഴിവ് തെളിയിച്ച ശ്രീമതി ലിജോ അനീഷ് കൈവച്ച മേഖലകളെല്ലാം പോരാക്കി നാടിനും സ്ത്രീ സമൂഹത്തിനാകെയും അഭിമാനമാവുകയും ചെയ്ത ആദരണീയ വ്യക്തിത്വമാണ്. പാലക്കാടൻ എന്ന സ്വകാര്യ ബസ് സർവീസ് കമ്പനിയുടെ ഉടമയായ ലിജോ ലോറി, ബസ് തുടങ്ങിയ ഹെവി വാഹനങ്ങൾ ഓടിക്കുകയും കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ജോലി ചെയ്യാനും സന്നദ്ധയാണ്. ദീപിക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ലിജോ അനീഷിന്റെയും കുടുംബത്തെയും ആദരപൂർവ്വം